ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പലപ്പോഴും ഞാനിപ്പോൾ നിങ്ങൾ എന്തിനാ നേരിട്ട് സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ക്യാപ്ഷൻ എഴുതിയ പോലെ തന്നെ 3 ദിവസം കൊണ്ട് കയറിയ 900 പോയിൻ്റ് എന്തിനു വേണ്ടി കയറിയെന്ന് ആർക്കും അറിയത്തില്ല. ആർക്ക് വേണ്ടി കയറി, എന്തിനു വേണ്ടി കയറി, ഇതിനെപ്പറ്റി നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഇന്ന് ഏതായാലും 3 ദിവസം കൊണ്ട് കയറിയ 900 പോയിൻ്റ്, ഇന്ന് 900 പോയിൻ്റ് കൂടുതലോളം ഇന്ന് മാർക്കറ്റ് എത്രയാണ് കയറിയത് അവിടെ അതുപോലെ തന്നെ അത്രയും തന്നെ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചിറങ്ങി. പക്ഷേ ഇതിനകത്ത് ഞാൻ വലിയ ക്രെഡിറ്റ് ഒന്നും പറയുന്നില്ല. മാർക്കറ്റ് ഇന്ന് ഒരു ഫോള് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, അത് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ ഇങ്ങനൊരു ഫോൾ വന്നത് അതിന് വേറെ മറ്റു കാരണങ്ങൾ, ഞാനതിന് ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇപ്പോൾ ഇങ്ങനെ ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ എന്താണ് സാറിന് റീലിട്ടാൽ, സാറ് പറയുന്നതെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ, റീലിറക്കല്ലോ. നമുക്ക് റീലിറക്കിയും പരസ്യം ചെയ്തും അങ്ങനെയുള്ള പബ്ലിസിറ്റി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ ഒരു പബ്ലിസിറ്റിക്ക് എനിക്ക് ആഗ്രഹം ഇല്ലാത്ത ഒരാളുമാണ്. അപ്പം എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഓക്കെ, നമ്മളെ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതിന് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തേ, ഒരാൾ പറഞ്ഞറിഞ്ഞ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ അങ്ങനെ കണ്ട് അറിഞ്ഞു വന്നവരാ അല്ലേ. അല്ലാതെ നമുക്കൊരു പ്രൊമോഷൻ കൊടുത്തോ ഒരു പബ്ലിസിറ്റി കൊടുത്തോ ഒന്നും എനിക്കതിനോട് താല്പര്യമില്ല. അറിഞ്ഞു കേട്ട് വരണം അല്ലേ. നിങ്ങൾ ഇത്രയും പേര് വന്നില്ലേ, അപ്പോൾ ഇനി ബാക്കിയുള്ളവരും വരും. അപ്പോൾ നമുക്കങ്ങനെ റീൽസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ഭാവിയിൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യത ചിലപ്പോൾ കാണുമായിരിക്കാം. ഇപ്പോഴത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ. ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിവേ, എന്തായാലും നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്തു. നമുക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി, എനിക്ക് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നലെ ഞാൻ ജസ്റ്റ് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളിതിനെ കൈകാര്യം ചെയ്തത്, ഇന്നത്തെ മാർക്കറ്റിനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 1000 പേരുണ്ട്. അവരിൽ ഒരു 25% ആൾക്കാരെങ്കിലും ചെയ്താൽ മതി. നമുക്ക് ഇത് പുഷ്പം പോലെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ അവരാരും ചെയ്യുകയില്ല. കാരണം അവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളിയുടെ ആ ഒരു സങ്കുചിത മനോഭാവം ഇല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞു വന്നത്, ഇന്നലെ നമ്മൾ ചാർട്ടിലോട്ട് ഞാൻ വരാം. ഇന്നലെ നമ്മൾ 2 കാര്യമാണ് സംസാരിച്ചത്, 2 കാര്യമാണ് സംസാരിച്ചത്. ഒന്ന് ഫെഡ് പവൽ ഇല്ലേ, പവലിൻ്റെ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ഫോളിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. പക്ഷേ മൂന്നാമതായിട്ട് ഇന്ന് രാത്രി വൈകുന്നേരം ആയപ്പം ഒരു സംഭവം വന്നത്, നമ്മുടെ HDFC ബാങ്കിൻ്റെ CEO അദാനു ചക്രവർത്തി എന്ന് പറയുന്ന CEO അല്ല, ചെയർമാൻ, പാർട്ട് ടൈം ചെയർമാൻ, അദ്ദേഹം ഇന്നലെ HDFC കിറ്റ് ചെയ്തു. അതിൻ്റെ കാരണം കിറ്റ് ചെയ്തതല്ല പ്രശ്നം, പുള്ളി അതിന് റീസണായിട്ട് പറഞ്ഞതാണ്. അതാണ് മാർക്കറ്റിനെ ഇഷ്ടപ്പെടാതെ പോയൊരു സംഗതി. മാർക്കറ്റിൽ ഏറ്റവും വലിയ നെഗറ്റീവ് ഫാക്ടറായിട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണം പുള്ളി പറഞ്ഞ കമൻ്റാണ്. പുള്ളി പറഞ്ഞത്, എത്തിക്സിന് നിരക്കാത്ത പരിപാടികൾ ഈ ബാങ്കിൽ നടക്കുന്നുണ്ട്, എനിക്കതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല എന്ന രീതിയിലൊരു പുള്ളിയുടെ റിസൈൻ ലെറ്ററിന് അതിൽ പുള്ളി അത് മെൻഷൻ ചെയ്തു. അത് സത്യം പറഞ്ഞാൽ അതൊരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ് അല്ലേ. ഇത്രയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലീഡിങ് ബാങ്കായ ഒരു പ്രൈവറ്റ് ബാങ്കായ HDFC ബാങ്കിൽ അങ്ങനെ എത്തിക്സിന് നിരക്കാത്തൊരു സംഗതി നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു പാനിക് സിറ്റുവേഷൻ തന്നെയാണ് അല്ലേ. അത് എന്താ കാര്യമൊന്നും നമുക്കറിയത്തില്ല, എങ്കിലും അത് പറഞ്ഞത് മാർക്കറ്റിൽ വളരെ നെഗറ്റീവായിട്ട് എടുത്തു. ഇന്നലെ അമേരിക്കൻ ADRൽ ഏകദേശം 7.5% HDFC ബാങ്ക് വീണത്. അപ്പോൾ ഇന്ന് രാവിലെ ഗ്യാപ്പ് ഡൗൺ കിട്ടിയെങ്കിലും അത് ഏകദേശം 3-3.5%, 2.5%-ഓളമൊക്കെ വന്ന് റിക്കവർ ചെയ്ത് 2.5%-ഓളം വന്ന് നിൽക്കുകയായിരുന്നു. ആ 2% നിന്നപ്പോഴേ എനിക്കറിയാം അവസാനം. കാരണം HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ ലീഡിങ് ബാങ്കാണ്, ഏറ്റവും വലിയ ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്. അപ്പോൾ ഇത്രയും വലിയ ഫോൾ കിട്ടുമ്പോൾ ആൾക്കാർ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ചാടിക്കയറി അത് വാങ്ങിക്കും. കാരണം എന്താണ്, ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചാടിക്കയറി വാങ്ങിക്കും. വാങ്ങിച്ചതിന് ശേഷം അപ്പം ഈ 2% ഒക്കെ തിരിച്ച് റിക്കവറി നല്ല ചാൻസാണ് കയറാമെന്ന് പറഞ്ഞ് ആൾക്കാർ ചാടിക്കയറി മേടിച്ച് കാണും. അവസാനം ക്ലോസ് ചെയ്തപ്പോൾ 5.5%-അടുത്താണ് HDFC ക്ലോസ് ചെയ്തത് ഇല്ലേ. ഇന്ന് ഞാൻ കറക്റ്റ് ഒന്ന് നോക്കട്ടെ, എത്ര ശതമാനമാണ് HDFC ക്ലോസ് ചെയ്തത്. ഏകദേശം എനിക്ക് തോന്നുന്നത് 5%-അടുത്താണ് HDFC ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് നോക്കിക്കോട്ടെ, HDFC ഇപ്പോൾ എത്രയാണ് ക്ലോസ് ചെയ്തേക്കുന്നതെന്ന്. ഒരു സെക്കൻഡ്. HDFC 5.5%-അടുത്താണ് ഇന്ന് HDFC ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം
കൂനിന്മേ കുരു എന്ന കണക്ക് ആണ് ഈ HDFC ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്, 7% ADR ഇടിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും എവിടെ കാണും, നിഫ്റ്റിയിൽ വരും എന്നുള്ള കാര്യം ഉറപ്പായി. അതിൻ്റെ കൂടെ തന്നെയാണ് ഇന്നലെ ഇസ്രായേൽ കയറി പിന്നെ ഇറാൻ്റെ എനർജി സെക്ടറിൽ കയറി അടിച്ചു. എനർജിയിൽ എന്ന് വെച്ചാൽ അവരുടെ ഗ്യാസ് ടെറിട്ടറിയിൽ കയറി നല്ല രീതിയിൽ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അത് അവർ റിട്ടാലിയേറ്റ് ചെയ്യും എന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. അവർ വാൺ ചെയ്തു എല്ലാ ഗൾഫ് കൺട്രിയിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ഓയിൽ സെക്ടറിനെയും അവരടിക്കും, റിഫൈനറികൾക്ക് അവരടിക്കും എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത്. അതുപോലെ തന്നെ അടിക്കുകയും ചെയ്തു. എല്ലായിടത്തും നിങ്ങൾക്ക് അറിയാം, എല്ലായിടത്തും നല്ല രീതിയിൽ ഡാമേജ് പറ്റി. ഇവിടെയും ഡാമേജ്, ഇവിടെ ഇന്ന് രാവിലെയാണ് അടിച്ചത്, ഇവിടെയും ഡാമേജ് പറ്റി. അത് വലിയൊരു പാനിക് സിറ്റുവേഷൻ രാത്രി തന്നെ അടി തുടങ്ങി. ഇന്നലെ സൗദിയിലൊക്കെ നല്ല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ തീ പിടിക്കുന്നതായിട്ട് നമ്മൾ വീഡിയോകൾ പലത് കണ്ടു. അപ്പം ഇതെല്ലാം എന്ത് ചെയ്തു, മാർക്കറ്റിനെ വളരെ സെൻറ്റിമെൻ്റലായിട്ട് താഴോട്ട് കൊണ്ടുവരാനുള്ള ആക്കം എന്ത് ചെയ്തു, കൂട്ടി. അപ്പം ഈ രണ്ട് സംഗതികൾ മാർക്കറ്റിനെ നല്ല രീതിയിൽ താഴെ കൊണ്ടുവന്നു. അല്ലാതെ വേറെ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാർക്കറ്റ് 900 പോയിന്റ് വീണതല്ല, എനിക്ക് അതിനെ ക്രെഡിറ്റും വേണ്ട, അങ്ങനെയല്ല. നമുക്കൊരു പൊട്ടലുണ്ട്. അപ്പോൾ 3 കാര്യം വന്നു. ഒന്ന് HDFCയുടെ കാര്യം വന്നു. ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നത്. അതാണ് ഇത്രയും ഒറ്റയടിക്ക് 900 പോയിന്റ് വീഴാനുള്ള കാരണം വെച്ചാൽ ഈ HDFC ബാങ്കിൻ്റെ പ്രശ്നവും ഈ പറയുന്ന ജെറോം പവലിൻ്റെ പ്രശ്നവും ഫെഡറൽ ഡിസിഷനും പിന്നെ ഈ ഇറാൻ്റെ വാറും തമ്മിലെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഒന്നിച്ച് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ഫോള് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വീടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാർക്കറ്റ് രാവിലെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 23,197 എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തി. അവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ചെറിയ റിക്കവർ നടത്തിയതിന് ശേഷം മാർക്കറ്റ് പതിയെ കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 23,367 കടക്കണം മാർക്കറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ലോ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് സംഗതികളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു എങ്ങോട്ടെങ്കിലും ഒരു ഡെസിസീവായിട്ടുള്ളൊരു ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മാർക്കറ്റ് 23,225 എത്തിയപ്പോൾ നമ്മുടെ 225 നമുക്കൊരു പോയിൻ്റ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ചാർട്ടിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഈ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ വന്നു, അതിനുശേഷം പലരും ബി എടുത്തവർ ബുക്ക് ചെയ്തു, സി എടുത്തവരുടെ കാര്യം കട്ടപ്പൊക്കയായി. എന്തായാലും മാർക്കറ്റ് വന്ന പോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കുറച്ചൊന്ന് റിക്കവർ ചെയ്തു. ഏകദേശം ഒരു 100-150 പോയിൻറ്റോളം മാർക്കറ്റ് റിക്കവർ ചെയ്തതിന് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കൺസോൾട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ ഈ 23,225 റേഞ്ചിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിഫ്റ്റി തുളുമ്പാൻ വെമ്പി നിൽക്കുന്നു എന്ന് പറഞ്ഞു ഈ ഭാഷ തന്നെ വെച്ച് തുളുമ്പാൻ വെമ്പി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കെ അവിടുന്ന് അവസാനത്തെ 2 മണിക്കൂർ മാർക്കറ്റ് പതുക്കെ താഴെ വരാൻ തുടങ്ങി. നല്ല രീതിയിൽ ഒരു ഫാൾ കിട്ടി, 23,000 പൊട്ടിച്ച് താഴെ പോയി. പക്ഷേ അവിടുന്ന് അവസാനം ഒന്ന് റിക്കവർ ചെയ്തു നല്ല രീതിയിൽ. അപ്പോൾ ഏകദേശം ഇന്നലെ നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിരുന്നു ഹൈ, ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം ഉണ്ടോ 928 പോയിൻറ്റ്. ഇന്നലത്തെ ഹൈയിൽ നിന്നും ഇവിടം വരെ 928 പോയിൻറ്റ് മാർക്കറ്റിൽ നിന്ന് ഇന്നലത്തെ ഹൈയിൽ നിന്ന് ഇന്ന് വരെ ഫോള് കിട്ടി. അപ്പം ഇത് ക്യാപ്ചർ ചെയ്യാൻ എത്ര പേർക്ക് പറ്റിയെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ഏകദേശം എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 600-700 പോയിൻറ്റോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാനും പറ്റി. അപ്പം അത് ഹോൾഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഹോൾഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റിങ്ങിന് എത്രയായാലും ഗ്യാപ് ഡൗൺ വരുമ്പോൾ ഒരു റിക്കവറി ഉണ്ടാകുമെന്ന് അറിയാം. ആ റിക്കവറി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തു. 225 വരെ ഞാൻ ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്ന് 23,000 ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു പോയി. ഇപ്പോഴും ഇവിടുന്ന് റിക്കവറി നടത്തിയെന്ന് കാണിച്ചു. പക്ഷേ 23,087 വരെ മാർക്കറ്റ് വന്നു. പക്ഷേ ക്ലോസിങ് മാർക്കറ്റ് 23,000-ലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ റിക്കവറി കണ്ട് നാളെ ആരെങ്കിലും സി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നല്ല രീതിയിൽ ഒരു ലോസിലായിരിക്കും. കാരണം ഈ വെയ്റ്റഡ് ആവറേജ് ക്ലോസിങ് വരുമ്പം നല്ല രീതിയിൽ ഡൗൺ സൈഡ് ആകാനാണ് സാധ്യത കൂടുതൽ. ഇത് കണ്ടവർക്ക്, ഈ സി എടുത്തു വെച്ചവർക്ക് രാവിലെ നോക്കുമ്പോൾ നല്ല ലോസിലായിരിക്കും. ഓക്കെ, എനിവേ എന്തായാലും നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്,
നാളെ എന്താ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സെൻറ്റിമെൻറ്റ്സ്. ഇന്ന് ഞാൻ പറഞ്ഞു HDFCയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ 7.5% ADR വീണു. ഇന്ന് നമുക്ക് 5% ഇവിടെ ഫോൾ കിട്ടിയിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. അപ്പോൾ ഇന്ന് HDFC ബാങ്ക് ADRൽ എന്താണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നാളെ HDFC നെഗറ്റീവായിട്ട് മുമ്പോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇത് ബാങ്കിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. മനസ്സിലായോ? ബാങ്കിൻ്റെ വിശ്വാസ്യത ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് RBI വന്നിട്ട് അത് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് പറഞ്ഞിട്ട് പോയി. പക്ഷേ അതൊന്നും മാർക്കറ്റ് വിശ്വാസത്തിലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉള്ളിൽ കൂടെ കിടക്കുന്നവർ രാപ്പനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ബാങ്കിനകത്തിരിക്കുന്നവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്തുവാന്നുള്ള കാര്യം അവർക്ക് അറിയത്തുള്ളൂ, ഇല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളി കമൻറ്റ് ചെയ്തത്. ഇനിയിപ്പം അതെങ്ങനെയാണ് HDFC കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇറാൻ്റെ വിഷയത്തിൽ ഇറാൻ പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ റിട്ടാലിയേഷൻ പൂർത്തിയായിട്ടില്ല. അതായത് ഇന്നലെ അവരുടെ എനർജി സെക്ടറിനെ ആക്രമിച്ചതിൻ്റെ പ്രതികാരം ഇതുവരെയായിട്ട് അവർ തീർത്തിട്ടില്ല, അതിന് ബാക്കി കിടക്കുന്നേ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും ഒരു പക്ഷെങ്കിൽ അടി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനിയും ഞങ്ങളുടെ എനർജി സെക്ടറിനെ എനർജി ഉള്ള അതായത് അവരുടെ ഗ്യാസ് ഏരിയയിലുള്ള പ്രദേശങ്ങളെ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ട രീതി ആയിരിക്കത്തില്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്, ഇതിനേക്കാളും വളരെ മോശമായ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇനി അനുവദിക്കത്തില്ല ആക്രമിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ട്രംപിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഐലൻഡുണ്ട്, കാർഗ് ഐലൻഡ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യം. അവിടെ ഇറാനിലൊരു കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡുണ്ട്. അവിടെ ഏകദേശം 10,000-8,000 ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ ആ പ്രദേശത്ത്. അവിടെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എനർജിയുടെ ഒരു ഹബ് ഏരിയയാണ്. അതായത് ഈ ഇറാനിലുണ്ടാക്കുന്ന മൊത്തം ക്രൂഡും പൈപ്പ് ലൈൻ വഴി ഈ ദ്വീപിൽ വന്നിട്ട് ഇവിടുന്നാണ് കപ്പലുകളിൽ കയറ്റി ടാങ്കറുകളിൽ കയറ്റി അയക്കുന്നത്. മനസ്സിലായി? അല്ലാതെ വേറൊരു പോർട്ട് ഇങ്ങനെ ഡോക്ക് ചെയ്ത് സാധനം സപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റി ആർക്കില്ല, ഇറാനില്ല. ഈ കാർഗ് ഐലൻഡിൽ വന്നിട്ട് ഷിപ്പുകൾ വന്ന് ഇവിടുന്നാണ് ക്രൂഡ് ഓയിൽ നിറച്ചുകൊണ്ട് പോകുന്നത്. മനസ്സിലായി? അപ്പം ഇറാനിൽ ഉണ്ടാക്കുന്ന മൊത്തം ഓയിലും കാർഗിൽ പൈപ്പ് ലൈൻ വഴി വന്നിട്ട് അവിടെ നിന്നാണ് ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെയാണ് ആര് കണ്ണു വച്ചേക്കുന്നത്? നമ്മുടെ അണ്ണൻ കണ്ണു വച്ചേക്കുന്നത്. അപ്പം ഈ നമ്മുടെ ട്രംപ് എന്ന് പറഞ്ഞ ഒരു പക്ക ബിസിനസ്സുകാരാണ്. കമന്ന് വീണാൽ കാപ്പണം കൊണ്ട് പൊങ്ങുന്ന ആളാണ് ആര്? ട്രംപ്. പുള്ളിക്ക് ലാഭമില്ലാത്ത ബിസിനസ്സൊന്നും പുള്ളി ചെയ്യാറില്ല. അപ്പോൾ പുള്ളി കാർഗിനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൈയടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം മൊത്തം കൊലയോടെ ഇങ്ങ് പോരും എന്നുള്ളൊരു ധാരണ ആർക്കുണ്ട്? ട്രംപുണ്ട്. ട്രംപ് അതിനുവേണ്ടിയുള്ള ചരടുപടികളാണ് നടത്തുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യം അറിയത്തില്ല. അതുപോലെ തന്നെ പുതിയൊരു ന്യൂസ് കേട്ടേക്കുന്നത്, നമ്മുടെ ഹോർമൂസ് കടലിടുക്കിൽ അതുവഴി പോകുന്ന കപ്പലുകൾക്ക് ടോള് വെക്കാൻ പോകുന്നുള്ളൊരു വാർത്ത ഞാനിങ്ങനെ കേട്ടു. ടോള്, നമ്മുടെ ഇവിടുത്തെ കൂട്ടി ടോള്, അതായത് ചെറിയൊരു ഫീസ് വെക്കാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ ഒരു വാർത്ത ഞാനിങ്ങനെ കേട്ടു. സത്യമാണെന്ന് എനിക്കറിയത്തില്ല, കണ്ടത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തുടരാണ് ഇതിൽ പല അൺസർട്ടനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുക്കുന്നുണ്ട്. ഇതൊക്കെ ക്രൂഡിനെ ബാധിക്കുമ്പോൾ അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടാനുള്ള, സാധനങ്ങൾക്ക് വില വർദ്ധിക്കും, അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്നലെ രാത്രിയിൽ സത്യം പറഞ്ഞാൽ 2:30 ഞാൻ ഉറങ്ങിയപ്പം. ഇന്നലെ രാത്രിയിൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലേ, വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. കാരണം ധാരാളം മെസ്സേജുകൾ എനിക്ക് വന്നു. സാറേ എന്താ ഇത് പൊട്ടുന്നത്, ഗിഫ്റ്റ് നിഫ്റ്റി ഇത്രയും പൊട്ടുന്നല്ലോ, എന്താണ് പ്രശ്നം, ഇതാണെന്ന് പറഞ്ഞ് 2:30 ഞാൻ ഉറങ്ങി കിടന്നപ്പം രാവിലെ 5:30 എഴുന്നേൽക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. അപ്പം എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനോടുള്ളൊരു ആത്മാർത്ഥത എൻ്റെ ഈ ചാനലിനോടും എൻ്റെ വീഡിയോയോടും കാണിക്കണം. നിങ്ങൾ കാണിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ലൈക്കോ ഒരു കമൻറ്റോ വെച്ച് അല്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. അല്ലാതെ വേറെ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ കാര്യം ചിന്തിക്കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 23,000 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,000 ഒരു ക്രൂഷ്യൽ ലെവലായിട്ട് മാറും. മനസ്സിലായി പറഞ്ഞേ? 23,000 താഴെയാണ് നാളെ, ഗ്യാപ് ഡൗണോടുകൂടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നത്?
ഒരു 23,000 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കാണാനുള്ളത് 22,750 എന്ന് പറയുന്നൊരു പോയിൻ്റാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ. അല്ല, ഇനി 23,000 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,000 സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി ഇവിടുന്ന് മുകളോട്ട് കയറിപ്പോയാൽ നമുക്കൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ മാർക്കറ്റിൽ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 23,367 ക്രോസ് ചെയ്യണം. ഇവിടെ എങ്ങും പറ്റത്തില്ല. 23,367 ക്രോസ് ചെയ്ത് മുകളോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് കവറിങ്ങോടുകൂടെ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് കിടന്ന് കളിക്കും. ഈ പറയുന്ന 23,000-നും 23,350-നും ഇടയ്ക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡെസസീവായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒന്നുകിൽ 23,327 മുകളിലോട്ട് ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ താഴോട്ട് 23,000 ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇതിന് താഴെ ലെവലുകൾ കിടപ്പുണ്ട്. ഇതൊരാൾ ബസ്സേ സാറേ താഴോട്ടുള്ള ലെവലുകൾ ഒന്നും കാണുന്നില്ല, ഒന്ന് വരച്ചിട്ടേക്കണമെന്ന്. കാരണം മാർക്കറ്റ് പൊട്ടി തകരുമെന്നുള്ളതാണ് പുള്ളിയുടെ വിശ്വാസം. ഓക്കെ, എന്തായാലും 22,750 22,500 സൈക്കോളജിക്കൽ സപ്പോർട്ടും നമുക്കുണ്ട്. പിന്നെ നമുക്കുള്ളത് 21,742 22,500 താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അന്നേരപ്പം ലൈവായിട്ട് ഞാൻ വരച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് നിലവിലുള്ള അവസ്ഥ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയാനുള്ള ഒരു കാര്യമുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയാനുണ്ട്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്കൊരു ട്രാപ്പ് ക്ലിയർ ആയിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ട്രാപ്പ് ശരിക്കും കണ്ടെത്തി നല്ല രീതിയിൽ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി ഞാൻ ഉപയോഗിച്ചു. മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി രാവിലെ ഗ്യാപ് ഡൗൺ ഏകദേശം 10,800 പോയിൻറ്റിനടുത്ത് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഏകദേശം ഒരു 10-300 പോയിൻറ്റ് റിക്കവർ ചെയ്ത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും തിരിച്ച് അതേ നമ്മുടെ ലെവൽ നോക്കിക്കുക 53,589 വന്ന് ടെസ്റ്റ് ചെയ്തു. വീണ്ടും തിരിച്ച് പഴയ ഈ ലെവലിലെത്തി അല്ലേ. ഈ ലെവലിലെത്തി കഴിഞ്ഞതിന് ശേഷം നിഫ്റ്റി വീഴാൻ തുടങ്ങിയിട്ടും നിഫ്റ്റി കണ്ടിന്യൂസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിഫ്റ്റിയുടെ ലെവൽ നോക്കിക്കേ, കണ്ടോ, നിഫ്റ്റി നോക്കിക്കേ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനിത് ഡബിൾ ആക്കി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ഓക്കെ, ഇത് നിഫ്റ്റിയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല അല്ലേ. നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഒരു ഫസ്റ്റ് 5 മിനിറ്റിന് ശേഷം ഒരു ചെറിയ റിക്കവറി നടത്തിയ ശേഷം വീണ്ടും തിരിച്ച് അതേ വന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ ഒന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചത് നടന്നില്ല. മാർക്കറ്റ് തുടരെ നേരെ താഴോട്ടേക്ക് പോരുമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു റിക്കവറി നടന്നു, പിന്നെ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, പിന്നെ അപ്സൈഡ് നല്ല രീതിയിൽ പോകുമായിരുന്നു. ഇവൻ താഴോട്ട് വീഴും തോറും മുകളിലോട്ട് പോകുമായിരുന്നു. ശരിയല്ലേ. വീണ്ടും ആ ഹൈ ടെസ്റ്റ് ചെയ്തു. ഇവിടെ ഹൈ ടെസ്റ്റ് ചെയ്തോ ഇല്ല, ഇവിടെ എന്ത് ചെയ്തു, ആ ഹൈ ടെസ്റ്റ് ചെയ്തു. ഈ ടെസ്റ്റ് ചെയ്തപ്പോഴും ഇവിടെ അപ്പോൾ ഏകദേശം 2,000 പോയിന്റിൽ നിന്ന് ഏകദേശം 1,300-1,200 പോയിന്റ് ആയി ഇവിടെ. അതായത് 800 പോയിന്റ് റിക്കവറി ഇവിടെ നടന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റിക്കവറിയേ നടന്നിട്ടില്ല. അപ്പോഴേ നമ്മൾ വിചാരിച്ചോണം ഇവിടെ എന്തെങ്കിലും ഒരു പണി തരാനുള്ള അവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചോണം. അത് മാത്രമല്ല, HDFC നോക്കുകയാണെങ്കിൽ 2.5% മാത്രമേ ഫോളോ ഉള്ളായിരുന്നു. അത് റിക്കവർ ചെയ്തു, 2.5%-ലോട്ട് റിക്കവർ ചെയ്തു. 5% ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തത്. ഇതിന് ശേഷം നിഫ്റ്റി വീഴാൻ തുടങ്ങി. ബാങ്ക് നിഫ്റ്റി അവസാനം വീണില്ല. അവസാനം ഇവിടുന്ന് പിന്നെ മുകളിലോട്ട് പോകാൻ യാതൊരു രക്ഷയും ഇല്ല എന്ന് കണ്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ, എത്ര മണിക്കാണ്, 1 മണിയായപ്പോൾ, 1 മണി എന്ന് പറയുമ്പം ഇവിടുത്തെ നാട്ടിലെ 1 മണി അല്ലേ, നാട്ടിലെ 1 മണി ആയപ്പോൾ ആണ് പതുക്കെ എന്ത് ചെയ്ത് നിഫ്റ്റി പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങി. ഞാനിത് ഗ്രൂപ്പിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഏരിയയിൽ നിന്ന് ഞാൻ ഒരു പൊസിഷൻ എടുത്തായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇറങ്ങുകയും ചെയ്തു. ഒറ്റ ലോട്ടിൽ തന്നെ ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പം കാരണം എന്താണ്, ഇത് നമ്മൾ ഈ നിഫ്റ്റിയെ നോക്കുമ്പം നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി ചുമ്മാതെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആ ഹൈ വന്നപ്പോൾ അവിടുന്ന് ഒരു പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നേരെ സാധനം താഴോട്ട് പോകുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ്, ബാങ്ക് നിഫ്റ്റിയിൽ നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഏരിയയിലാണ് 53,589 451 ക്ലോസിങ് ചെയ്തത്. 451 ഈ ഏരിയയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. എനിവേ എന്തായാലും ഈ പോയിന്റ് ശ്രദ്ധിക്കുക, 589 എന്നുള്ള ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ നമുക്ക് ഈ ഹൈ കട്ട് ചെയ്യണം. ബാങ്ക് നിഫ്റ്റി ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പൊട്ടിയാൽ പിന്നെ സാധനം ഇനി താഴെ പോരും. മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ, വീണാലും എഴുന്നേറ്റാലും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് മിഡ് ക്യാപ്പ്. എന്തായാലും നമ്മുടെ ലെവലുകളൊക്കെ നമ്മൾ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. ഇത് 1 വേ റാലി ആയിരുന്നു താഴോട്ട് അല്ലേ.
വൺ വേ റാലിയാണ് താഴോട്ട് നേരെ താഴെ വന്നിട്ട് എന്ത് ചെയ്തു 456 സപ്പോർട്ട് എടുത്ത് തിരിച്ച് റിക്കവറി കാണിച്ച് നിർത്തി കാണും. 517 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ ഇനി നമുക്ക് മേലോട്ട് മിഡ് ക്യാപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ക്രോസ് ചെയ്ത് പോകണം. ഇത് ബ്രേക്ക് ചെയ്ത് പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തട്ടി താഴെ പോയാൽ ഇപ്പം നീ താഴോട്ട് പോരും. ഇപ്പോൾ ഇത്രയൊക്കെയാണ്. നാളെ വലുതായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നാളെ എന്താണ് ഗ്യാപ്പ് അപ്പ് ആണ്, ഗ്യാപ്പ് ഡൗൺ ആണ്, എന്താ സിറ്റുവേഷൻ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം ഇന്നലത്തെ കൂട്ട് രാത്രി എന്ത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലിയർ പിക്ചർ ഇട്ട് എന്തെങ്കിലും വലിയ കൂടി സംഭവവാസമാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം. ധാരാളം പേര് ഈ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മാസം ഏപ്രിൽ മാസം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ഗ്രൂപ്പും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒപ്പിക്കാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.